വൈബോണം, മിന്നിച്ചോണം, തകർത്തോണം, തിമിർത്തോണം, പൊളിച്ചോണം, അർമാദിച്ചോണം, കിടുക്കാച്ചിയോണം, കാത്തോണം, പാത്തോണം, അങ്ങനെ ഓണക്കാലത്ത് തകർത്തും തിമിർത്തും പൊളിച്ചും ഒക്കെ ആഘോഷിക്കുന്ന എല്ലാ ചങ്സിനും ഒരു ഓണ നമസ്കാരം. കൂടുതലൊന്നും പറയുന്നില്ല, നല്ല കലക്കൻ ഓണക്കാഴ്ചകൾ കമ്മിങ് അപ്പ്. അതിനു മുൻപ് ഈ ആഴ്ചയിലെ വിദ്യാഭ്യാസ തലക്കെട്ടുകൾ. ആധാർ പുതുക്കാത്ത വിദ്യാർത്ഥികളെ കണ്ടെത്താൻ ആപ്പ്. 5 മുതൽ 15 വരെ പ്രായക്കാരായ വിദ്യാർത്ഥികളുടെ ആധാർ ബയോമെട്രിക് വിവരം പുതുക്കൽ കൃത്യമായി നടത്തണമെന്ന് സ്കൂളുകളോട് UIDAI. 5-ാം വയസ്സിലും 15-ാം വയസ്സിലും ആധാർ പുതുക്കണം. ചെയ്യാതിരുന്നാൽ മത്സര പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യാനും സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കാനും ബുദ്ധിമുട്ടും. സ്കൂളുകളിലെ ആഘോഷങ്ങൾ ഇനി കളറാകും. ഓണം, ക്രിസ്മസ്, റംസാൻ ഇവയുൾപ്പെടെയുള്ള ആഘോഷവേളകളിൽ കുട്ടികൾക്ക് വർണ്ണവസ്ത്രങ്ങൾ ധരിക്കാം. ഉത്തരവ് പുറത്തിറക്കി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. വാർത്ത ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച് മന്ത്രി വി ശിവൻകുട്ടി. 10-12 ക്ലാസുകളിലെ പ്രവേശനത്തിന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച CBSE. പ്രവേശനത്തിനും വിഷയമാറ്റത്തിനും അപേക്ഷകൾക്കുമുള്ള സമയപരിധി കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം. നേരിട്ടുള്ള പ്രവേശനത്തിനും വിഷയമാറ്റത്തിനും അനുവദിച്ച അവസാന തീയതി ഇന്ന്. കേരളം മുഴുവൻ ഇപ്പം ഓണത്തിന്റെ വൈബിലാണ്. നമ്മളിപ്പോൾ ഒരു കോളേജിന്റെ ഓണാഘോഷം, കുറച്ച് സെറ്റ് സാരിയും സെറ്റും മുണ്ടൊക്കെ എടുത്ത്, പിന്നെ ഷർട്ടും മുണ്ടൊക്കെ എടുത്ത് കുറച്ച് സുന്ദരന്മാരും സുന്ദരികളൊക്കെ റെഡി ആയിട്ട് അവിടെ ഓണം ആഘോഷിക്കുന്നുണ്ട്. നമ്മൾ അവരുടെ അടുത്തേക്കാണ് പോകാൻ പോകുന്നത്. ഇന്ന് ക്യാമ്പസ് ന്യൂസ് സെന്റ് ആൽബർട്ട്സ് കോളേജിലാണുള്ളത്. ഇനിയാണ് മേമ്പൊടിയായി മേൽപ്പറഞ്ഞ ഓണവസന്തം. എൻ്റെ അമ്മോ, സ്കൂളുകളും കോളേജുകളും ഒക്കെ എന്തോ കോമ്പറ്റീഷൻ ഐറ്റം പോലെയാണ് ഓണാഘോഷം നടത്തുന്നത്. എല്ലാം ഒന്നിനൊന്നും മെച്ചം. ആഹാ അർമാദം എന്ന് പറയേണ്ടി വരും. ആദ്യം നമ്മൾ പോകുന്നത് കൊച്ചിയിലെ സെയിന്റ് ആൽബർട്ട്സ് കോളേജിലേക്കാണ്. നമ്മുടെ റിപ്പോർട്ടർ ആൻമരിയെ കണ്ട പിള്ളേരെ ആവേശഭരിതരും അർമാദോത്സുകരുമായി മാറി. തല്ലും കൊട്ടും ചെണ്ടയ്ക്ക് അതിന് ഓണക്കാലത്തും ഒരു മാറ്റവുമില്ല. ഓരോ തല്ലിനും ഓരോ താളത്തിൽ അലറിക്കരയുന്ന ചെണ്ടയുടെ ശബ്ദം മനുഷ്യർക്ക് സംഗീതാത്മകമായി തോന്നാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ഇനി ഓണപ്പാട്ടുകളുടെയും നാടൻ പാട്ടുകളുടെയും ഒരു പരമ്പരയാണ്. വേദിയിൽ പാട്ടുകാരങ്ങ് തകർക്കുമ്പോൾ സദസ്സിൽ ആസ്വാദനത്തിന്റെ വിവിധ തലങ്ങൾ. പാട്ടിനൊപ്പം ചുണ്ടനക്കിയും താളാത്മകമായി തലയാട്ടിയും ഒരു കൂട്ടർ. മറുവശത്തിരിക്കുന്നവർ ലേശം ഗൗരവം കൂടിയ ആസ്വാദന നിലവാരമുള്ളവരാണ്. പലയിടങ്ങളിലായി പല കൂട്ടർ. ഓണത്തിനിടയ്ക്ക് പൂട്ടുകച്ചവടം എന്ന പോലെ ഇവരെന്തൊരു ചർച്ചയിലാണോ എന്തോ. ഈ കലാലയത്തിന്റെ ഓരോ ഇഞ്ചും ഓണ വൈബിലാണ്. ഇതെല്ലാം കറങ്ങിക്കണ്ടിട്ട് കുട്ടികളോട് ആൻമരിയുടെ ഒരു ചോദ്യം: ഏത് മൂഡ്, ഏത് വൈബ്? ചെസ് നമ്പർ 2 നമ്മുടെ കാക്കനാടുള്ള ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്. വർഷം മുഴുവൻ ഒന്നല്ലെങ്കിൽ മറ്റൊരു ആഘോഷമുള്ള ഇവർക്ക് എല്ലാ ദിവസവും ഓണം തന്നെയാണെന്ന് പറയാം. കേരളത്തിലെ ഒരു കലാലയത്തിലെ വിദ്യാർത്ഥികൾക്കും കിട്ടാത്ത സൗഭാഗ്യമാണ് ഇവർക്കുണ്ടായത്. മാവേലിക്കൊപ്പം ജെയിൻ ഓണത്തിൽ പങ്കാളികളായത് ഫഹദ് ഫാസിലും കല്യാണി പ്രിയദർശനും വിനയ് ഫോർട്ടും. പ്രിയ താരങ്ങളെ കണ്ട കുട്ടികൾ അവർക്കൊപ്പം നൃത്തം വെച്ചും സെൽഫി എടുത്തും ഓണമങ്ങ് കൊഴിപ്പിച്ചു. ഇനിയാണ് ഫഹദ് ഫാസിലിന്റെ ആ സിഗ്നേച്ചർ ഡയലോഗ്. ഇതെന്നാ യുദ്ധഭൂമിയോ? വാളും പരിചയമായ ഒരു വനിതാ യോദ്ധാവ്. നൃത്തവും നാടൻപാട്ടും DJയും തനത് കലാരൂപങ്ങളും ഫാഷൻ ഷോയും വടംവലിയും പിന്നെ ഒരു വെറൈറ്റി മാവേലിയും ഒക്കെ ചേർന്ന് ജെയിൻ ഓണം വൈബ് ഓണമായി. പാതാളത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഹെലികോപ്റ്ററോ? മലപ്പുറത്തെ ജെംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മാവേലി വന്നിറങ്ങിയ വരവ് കണ്ടോ? ഒരു 1.5 വരവായിപ്പോയി. ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്ത മാവേലിയെ തിരിച്ചു കയറ്റി കയ്യിലൊരു പെട്ടിയും കൊടുത്ത് അതിന്റെ ഫോട്ടോവും പിടിച്ച് ആകെ വശക്കേടാക്കി. പാതാളത്തിലെങ്ങാനും ഇരുന്നാൽ മതിയായിരുന്നു തോന്നിയപ്പോ അതാ ഒരു മുത്തുക്കുടയുമായി നിൽക്കുന്നു ചില മഹിളാമണികൾ. ഓലക്കുടയുമായി നേരെ ചെന്ന അവരോടൽപ്പം കുശലാന്വേഷണം. പിന്നെ ഗ്രൗണ്ട് മൊത്തം അർമാദമയം, ആവേശോജ്വലം, ഹരിതാപം. കലാലയത്തിൽ മാത്രമല്ല ഞങ്ങളുടെ സ്കൂളിലുമുണ്ട് ഓണം. ரொம்ப പ്രമാദமான ഓണം. കുട്ടിക്കുറുമ്പന്മാരും കുറുമ്പത്തികളും ഓണക്കോടിയിൽ നല്ല സെറ്റായി എത്തിയിട്ടുണ്ട്.
പെൺപിള്ളേരൊക്കെ മോഡേണ ഫോണിൽ അപ്ഡേറ്റ് ഒക്കെ നോക്കിയിരിക്കുകയാണ്. ഇതേ കുറെ ആൺകുട്ടികൾ ഫോണും തോണ്ടിയിരിക്കാതെ ഇവരെന്തോ ചർച്ചയിലാണ്. അമ്പടാ ടെക് വിരോധികളെ, ദാ വരുന്നു ടീച്ചറിന്റെ വക അനൗൺസ്മെന്റ്. എല്ലാ തവളച്ചാട്ടക്കാരും റെഡി. അങ്ങനെ സ്റ്റാർട്ട്. ഒരാൾ പകുതി നടന്നും ചാടിയും ആദ്യം എത്താനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ LKG-കാരുടെ ഊഴം കഴിഞ്ഞു. ഒരു മത്സരാർത്ഥി മറ്റൊരാളോട് എന്തോ ചോദിക്കുന്നു. വല്ല മാച്ച് ഫിക്സിങ്ങോ മറ്റോ ആണോ എന്തോ. അവിടെ തവളച്ചാട്ടം, ഇവിടെ ഇവർ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഒരു കോമ്പറ്റീഷൻ. ഗപ്പൊന്നുമില്ലെങ്കിലും നല്ല രസികനായിട്ട് എല്ലാവരും പങ്കെടുക്കുന്നു. ക്യാമറ കണ്ടപ്പോൾ ഹായ് പറഞ്ഞ ചിലർ ക്യാമറ ഫ്രണ്ട്ലി ആയി. ഇനി ബിസ്ക്കറ്റ് കടി മത്സരം. ദേ ഒരാൾ ചാടാതെ നിശ്ചലായി നിൽക്കുന്നു. വേണമെങ്കിൽ ബിസ്ക്കറ്റ് വായിലേക്ക് വരട്ടെ എന്ന ഭാവം. കാഴ്ചക്കാരങ്ങനെ പല കാര്യങ്ങളിലും മുഴുകിയിരിക്കുകയാണ്. മത്സരാർത്ഥികൾക്ക് പ്രോത്സാഹനം പോരാഞ്ഞിട്ടോ എന്തോ. കേട്ടതും കുട്ടിപ്പട്ടാളം കൈയടിച്ചു തുടങ്ങി. ഇതെന്നാ ഈ ടീച്ചർ മൊബൈലാണോ ബിസ്ക്കറ്റാണോ കെട്ടിത്തൂക്കാൻ പോകുന്നത്? വോ, ബിസ്ക്കറ്റ് തന്നെ. ഇവിടെ മാവേലിയും ടീച്ചേഴ്സും. ഇനി സദ്യ വിത്ത് പായസം. ഇത് നമ്മുടെ റിപ്പോർട്ടർ സുജിത് സുരേന്ദ്രനല്ലേ? മുന്നിൽ എന്താ 2 പർവ്വതങ്ങളോ? ഓ, ചോറും പായസവുമാണ്. എന്നാലും സുജിത്തെ, ഇത് കുറച്ച് അക്രമമായി പോയി. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയി ഒരു കിടിലോണം കട്ടിക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ടാറ്റ ബൈ ബൈ. അടുത്തയാഴ്ച കാണണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.